നിങ്ങളുടെ ഈ അഗ്നിമാന്ദ്യം കൊണ്ട് ഡൈജസ്റ്റീവ് പവർ കുറവാണ്, ആമാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആമാവസ്ഥ എന്ന് പറഞ്ഞാല് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരിയാവണ്ണം ദഹിപ്പിച്ച് ആ അന്നത്തെ അന്നരസാക്കി മാറ്റാനും അന്നരസത്തിനെ ദഹിപ്പിച്ച് രസധാതുവാക്കി മാറ്റാനുള്ള പരിണാമം ഉണ്ടല്ലോ. ആ ചക്രം തിരിയണമെങ്കിൽ ഈ അഗ്നിബലം ഡൈജസ്റ്റീവ് പവർ പ്രോപ്പറായിട്ട് വേണം. അത് നിങ്ങൾക്ക് വേണ്ടത്ര ഇല്ല, ജന്മന ഇല്ല, ബൈ ബർത്ത് ഇല്ല, പാരമ്പര്യമായിട്ടും ഇല്ല. മനസ്സിലായോ? അതിന്റെ കൂടെ നിങ്ങൾ ഈ ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മുറിക്കകത്ത് കുറെ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചാൽ ആ മുറിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയായി മാറും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അവിടെ ഇൻഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് അവിടെ കെട്ടിക്കിടക്കുക. അതിനെയാണ് ഈ ആമാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഊഷ്മണവും അല്പബലത്വേന ധാതുമാദ്യം അപാചിതം ദുഷ്ടമാമാശേകതം രസമാമം പ്രജക്ഷത. അതാണ് ആമത്തിന്റെ കോട്ടിങ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പൊ അതാണ് ഈ ആമാവസ്ഥ. അപ്പൊ അവിടെ ഈ അഗ്നിമാന്ദ്യം ഡൈജസ്റ്റീവ് പവർ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സംഗതികൾ ദഹനത്തകരാറുണ്ടാക്കുന്ന തണുപ്പ് ദഹനക്കേടുള്ള ഉണ്ടാക്കും. അതുപോലെ ഹെവി ആയിട്ടുള്ള ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ ദഹനക്കേടുണ്ടാക്കും. അതുപോലെ തന്നെ